ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണെന്ന് ചിറ്റൂരിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി മുരുകദാസ്. ഇവിടെ മത്സരം രണ്ട് നയങ്ങൾ തമ്മിൽ ആണെന്നും വികസനത്തിന്റെ കാര്യങ്ങൾ ജനങ്ങൾ ഇടതുപക്ഷത്തിന് 100 മാർക്ക് തന്നിട്ടുണ്ട് എന്നും മുരുകദാസ് പറഞ്ഞു. പാലക്കാട് ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരുകദാസാണ് അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നത്. ഇനി അധിക ദിവസങ്ങളില്ല, പ്രചരണമൊക്കെ ഏതുവരെ ആയി? തിരക്കിലാണോ പ്രചരണത്തിന്റെ? തീർച്ചയായും പ്രചരണങ്ങൾ 2 വട്ടം മണ്ഡലം പര്യടനങ്ങൾ ഇന്നലത്തോടുകൂടി പൂർത്തിയായി. ഇന്ന് ഇനിയുള്ള കുടുംബയോഗങ്ങൾ പ്രാദേശികമായി നമ്മൾ എത്തിപ്പെടാത്ത 193 ബൂത്തുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഏതാണ്ട് 240ഓളം കേന്ദ്രങ്ങളിൽ വിവിധ 2 ഘട്ടങ്ങളിലായി സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാക്കി. എത്തിപ്പെടാത്ത പ്രദേശങ്ങളിൽ കുടുംബയോഗങ്ങളോ ചെറിയ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് അത്തരത്തിൽ ആളുകളെ കാണാനുള്ള ശ്രമമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത്. പഞ്ചായത്ത് തലത്തിലുള്ള റാലികൾ 2 റാലികളെ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി റാലികൾ നടക്കാനുണ്ട്. അത്തരം പരിപാടികളുമായി പോകുന്നു. തിരക്ക് തന്നെ. കഴിഞ്ഞ തവണ ഒരു മികച്ച വിജയമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കെ കൃഷ്ണൻകുട്ടി അദ്ദേഹം വൈദ്യുതി മന്ത്രി കൂടി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരുമ്പോൾ അത്തരത്തിലൊരു വിജയം തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും 2016 നമ്മൾ 7235 വോട്ടിനാണ് നമ്മളിവിടെ വിജയിച്ചത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അത് 2021 33,878 വോട്ടിൻ്റെ വലിയ വിജയം നമുക്ക് സമ്മാനിച്ചത് ഈ കാലയളവിൽ ഈ നിയോജകമണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. 10 വർഷം പിന്നിടുമ്പോൾ 3028 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ യാഥാർത്ഥ്യമാക്കിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, കൃഷിക്കാവശ്യമുള്ള വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, തകർന്ന റെഗുലേറ്ററിൻ്റെ നവീകരണം ഉൾപ്പെടെ കനാലുകളുടെ നവീകരണം, സ്കൂളുകൾ, ആശുപത്രി, ഇങ്ങനെ വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളിലും ഒരു വലിയ വികസനത്തിൻ്റെ ഒരു പെരുമഴക്കാലം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞ 10 വർഷം എന്നുള്ളതാണ്. സ്വാഭാവികമായും ജനങ്ങൾ വികസനത്തിന് അനുകൂലമാണ്. വികസനത്തിന് അനുകൂലിച്ചുകൊണ്ടാണ് 7200-ൽ നിന്ന് 34,000-ലേക്ക് ഉയർന്നത്. ഇപ്പോൾ അതിലും കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ആ വികസനം ഒന്നുകൂടെ കഴിഞ്ഞ 5 വർഷം അതിൽ വിപുലപ്പെടുത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ആ വികസനത്തിനുള്ള വോട്ടിൽ അത് വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പ്രചരണത്തിന് എന്തൊക്കെ വിഷയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് വികസനം തന്നെയാണ്. ഇവിടെ നമ്മൾ ചിറ്റൂരിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം നിങ്ങൾക്കറിയാം. 10 വർഷം മുമ്പ് വരെ കേരളം പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ജലത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു നിയോജക മണ്ഡലമായിരുന്നു. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി നോട്ട വന്നപ്പോൾ നിഷേധ വോട്ട് 23,000 വോട്ട് പാർലമെൻറ്റ് ഇലക്ഷൻ ഈ ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം രേഖപ്പെടുത്തിയൊരു മണ്ഡലമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ജലത്തിൻ്റെ രാഷ്ട്രീയം വലിയ ചൂടുപിടിച്ച ചർച്ചയായത്. ഇത്തവണ ആ ജലത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ എല്ലാവർക്കും വെള്ളം എത്തി എന്നുള്ള ഒരു സംതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വികസനം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. മറ്റ് പ്രാദേശിക കാര്യങ്ങളെക്കാൾ കൂടുതൽ പിന്നെ പൊതുരാഷ്ട്രീയവും ചർച്ചയിലേക്ക് വരുന്നു എന്ന് മാത്രം. ഈ ചിറ്റൂർ എന്ന് പറയുമ്പോൾ കൂടുതലും കൃഷിക്കാരാണ്, തൊഴിലാളികളാണ്. അപ്പോൾ തൊഴിലാളി രാഷ്ട്രീയത്തിനൊപ്പം അവർ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും ഇവിടെ ചിറ്റൂരിൻ്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്നത് കൃഷിയും കൃഷി അടിസ്ഥാനമായ തൊഴിലും നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രധാന ചർച്ചകളും കാര്യങ്ങളൊക്കെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് കൃഷ്ണൻകുട്ടിയേട്ടനും കർഷകരുടെ ശബ്ദമായിട്ടാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ എപ്പോഴും വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോഴും എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത് കൃഷിമന്ത്രി ആവണം എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളുടെ ഒരു പിന്തുടർച്ചക്കാരൻ എന്നുള്ള നിലയിൽ അവരുടെ വലിയ പിന്തുണ സ്വാഭാവികമായും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് കർഷക തൊഴിലാളികളുടെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നും തൊഴിലാളികൾക്കൊപ്പം നിന്നിട്ടുള്ളതാണ്. കർഷകരെയും തൊഴിലാളികളെയും ചേർത്ത് നിർത്തിയാണ് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ്, എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ മണ്ഡലത്തിൽ അത്തരത്തിലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാമോ? സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായ സ്ഥാനാർത്ഥികളുടെ ഏറ്റക്കുറച്ചിലുകളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണ കടക്കാറില്ല. ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. ഇവിടെയും ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ നയം നടപ്പിലാക്കുന്ന പ്രതീകങ്ങൾ മാത്രമാണ്. ചെറിയ സ്വാധീനങ്ങൾ വ്യക്തിപരമായി സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവാം, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്ഥാനാർത്ഥി ആ നയത്തെ നടപ്പിലാക്കാൻ ഇടതുപക്ഷം നിയോഗിച്ച ഒരു പ്രതീകം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലോ വലിപ്പ ചെറുപ്പങ്ങളിലോ ഒന്നും നമ്മൾ കണക്കാക്കുന്നില്ല. ഇവിടെ പോരാട്ടം 2 നയങ്ങൾ തമ്മിലാണ്. ആ 2 നയങ്ങൾ ചിറ്റൂർകാർക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നതാണ്. കാരണം 96 മുതൽ 2016 വരെയുള്ള 20 വർഷക്കാലം ഇവിടെ UDFൻ്റെ പ്രതിനിധിയാണ്. ആ കാലയളവിൽ ഇവിടെ എന്താണ് നടന്നത് എന്ന് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. ഒരു MLA, ഒരു നിയമസഭാ സാമാജികന്
വികസന കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് 2016 LDFിൻ്റെ പ്രതിനിധിയായി കൃഷ്ണൻകുട്ടിയേട്ടൻ വന്നതിന് ശേഷമാണ് ഈ മണ്ഡലത്തിലെ ആളുകൾ തിരിച്ചറിഞ്ഞത്. അതിന് മുമ്പ് വരെ എല്ലാവരും ധരിച്ചിരുന്നത് അന്ന് നടന്നതാണ് ഏറ്റവും വലിയ വികസനമെന്നാണ്. പക്ഷേ യഥാർത്ഥ വികസനം ഒരു MLAക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അവർ ബോധ്യപ്പെട്ടു. അപ്പോൾ രണ്ട് നയങ്ങളുടെ വ്യത്യാസം അവർ തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ ചിറ്റൂരിലെ ഏറ്റവും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന താലൂക്ക് ആസ്ഥാന ആശുപത്രി നമ്മളിപ്പോൾ 74,51,00,000 രൂപ ചെലവിൽ ആശുപത്രി പൂർത്തിയാക്കി. 10 കോടി രൂപയുടെ ക്വാർട്ടേഴ്സിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ആശുപത്രി 2016 അന്ന് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മീറ്റ് ദ കാൻഡിഡേറ്റിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ആ ചോദ്യം ഇതായിരുന്നു, പബ്ലിക് ചോദിച്ച ചോദ്യമാണ്, താലൂക്ക് ആശുപത്രിയിൽ ഇനി എന്തെങ്കിലും വികസനം ചെയ്യാനുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഇനി ഒരു വികസനവും അവിടെ ചെയ്യാനില്ല, പരിപൂർണ്ണ വികസനങ്ങൾ നടന്നൊരു ആശുപത്രിയാണ് അത് എന്നുള്ളതാണ്. അത് UDFിൻ്റെ കാഴ്ചപ്പാടാണ്. ആ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിടത്തുനിന്നാണ് ഇന്ന് 100 കോടിയോളം രൂപ ചെലവിൽ ഇത്രയും വലിയ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി സമുച്ചയം ഉണ്ടാക്കിയത്. അത് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇവിടെ രണ്ട് നയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ആ നയങ്ങളിൽ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയം ഏതാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാം. ആ തിരിച്ചറിവ് സ്വാഭാവികമായും അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഞങ്ങൾക്ക് 100 മാർക്ക് തന്നിട്ടുണ്ട്. ആ 100 മാർക്കിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുരുകദാസ് ഏതായാലും ഈ ചിറ്റൂർ പിടിക്കാനായി ഇറങ്ങിയിരിക്കുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.